രാഹുൽ രാഷ്ട്രീയ നടപടിയിൽ സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾ വേണ്ടെന്ന് KPCയുടെ ഒരു റെസ്പോൺസ് ഇപ്പോൾ വരുന്നുണ്ട്. രാഹുൽ വിഷയത്തിൽ ഇനി ഇടപെടലുകൾ വേണ്ട, അറസ്റ്റ് ചെയ്താലും അറസ്റ്റ് തടഞ്ഞാലും പാർട്ടിയെ ബാധിക്കുന്ന വിഷയമല്ല എന്നാണ് താഴെത്തട്ടിലാണ് നിർദ്ദേശം. അഡ്വക്കേറ്റ് MR അഭിലാഷ് കൂടി ചേരുന്നു. MR അഭിലാഷ്, ഇത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പോകുമ്പോഴുള്ള സ്വാഭാവിക നടപടിക്രമം എന്ന് തന്നെയല്ലേ കരുതേണ്ടത്? സ്വാഭാവിക നടപടിക്രമം എന്ന് നമുക്ക് കരുതി പൂർണ്ണമായിട്ട് തള്ളിക്കളയാനൊക്കില്ല. ഈ FIR രജിസ്റ്റർ ചെയ്തതിൽ വന്ന ഒരു കാലതാമസം, അതായത് ഒരു നിയമത്തിലൊരു പരാതിയായിട്ട് ഉയർന്നു വരാനുള്ള ഒരു കാലതാമസം കോടതികൾ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കണക്കാക്കുമെന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിന്റെ വെളിച്ചത്തിൽ കാലതാമസം ഉള്ളതുകൊണ്ടാണ് അറസ്റ്റ് പറഞ്ഞുകൊണ്ടുള്ള ഒരു നടപടി ഇവിടെ വന്നിരിക്കുന്നതെന്നാണ് സാധാരണ രീതി നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഇപ്പൊ അറസ്റ്റ് തടഞ്ഞു എന്നതുകൊണ്ട് അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് ഇറങ്ങി വിചരിക്കാൻ കഴിയില്ല. കാരണം ഓൾറെഡി രണ്ടാമതൊരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ FIR-ൽ ഇരയുടെ മൊഴിയെടുത്ത് അന്വേഷണവുമായി മുൻപോട്ട് പോവുകയാണെങ്കിൽ ആദ്യത്തെ FIR കിടക്കുന്നു എന്നുള്ളത് തന്നെ അറസ്റ്റ് തടഞ്ഞെന്ന് പറഞ്ഞാലും അത് ആന്റിസിഡൻസ് ആയിട്ട് വർത്തിക്കും. അപ്പം വീണ്ടും അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം അറസ്റ്റ് ചെയ്യുന്നതിനകത്ത് തടസ്സമില്ല. ഈ രണ്ടാമത്തെ FIR-ൽ ശക്തമായി അന്വേഷണം മുൻപോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ FIR-മായി ബന്ധപ്പെട്ട് ഇത് ഹർജിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആശ്വാസമാണ്. പക്ഷെ അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടാവില്ല. വീണ്ടും FIR-കൾ വരുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ക്രിമിനൽ ആന്റിസിഡൻസിന് തെളിവായിട്ട് കോടതിയിൽ ഹാജരാക്കാൻ കഴിയുന്നതാണ്. അത്രയധികം FIR-കൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെടുകയാണെങ്കിൽ ഈ ആന്റിസിഡൻസ് പരിഗണിച്ചുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യുന്നതിൽ കാലതാമസം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കേസുകളിലും ആന്റിസിപ്പേറ്ററി അനുവദിക്കുന്ന ഒരു പ്രാക്ടീസും ഇല്ല. നമ്മൾ നെൻകൗണ്ടർ ചർച്ചയിൽ ഇരിക്കുമ്പോഴും താങ്കൾ ഈ ഡിലേഡ് FIR-ന്റെ ഒരു ചെറിയ പ്രശ്നം പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ഈ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ കൊടുക്കുന്ന ഒന്നാം പോയിന്റ്, രാഹുൽ പറഞ്ഞ ഒന്നാം പോയിന്റ് തന്നെ അത് BNS നിർദ്ദേശിക്കുന്ന നടപടിക്രമത്തിന് വിരുദ്ധമാണ്. പ്രിയങ്ക ശ്രീവാസ്തവ കേസിലും ലളിതകുമാരി കേസിലും സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പാലിക്കാതെയാണ് അത് ചെയ്തത്. ഈ ഡിലേഡ് FIR-ന്റെ കാര്യമാണ് അതിൽ പറയുന്നത്. മാത്രമല്ല ശ്രീ MR അഭിലാഷ്, സെഷൻസ് കോടതി ഉത്തരവിലും ഡിലേഡ് FIR എന്ന് പറയുന്ന പ്രശ്നം ആ കോടതി കാണാതിരിക്കുന്നില്ല. ഡിലേഡ് FIR ആണെന്ന് പറയുമ്പോഴും രാഷ്ട്രീയ പകപോക്കലാണെന്ന ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും പ്രോസിക്യൂഷന്റെ പക്കൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് ആ വിധിന്യായത്തിലും പറയുന്നത്. ഇപ്പൊ ഡിലേഡ് FIR എന്ന് പറയുന്നത് കോടതി മുഖവിലേക്ക് എടുക്കുന്നുണ്ട്. MR അഭിലാഷ്, അല്ല, തിരുവനന്തപുരം കോടതിയുടെ ഉത്തരവിൽ അത് പരിഗണിക്കപ്പെട്ടിരുന്നു എങ്കിൽ തന്നെയും പൊതുവെ ഭരണഘടനാ കോടതികളിലേക്ക് ഇത്തരത്തിലുള്ള ഹർജിയുമായി ചെല്ലുന്ന വേളയിൽ അവർ വളരെ ഗൗരവകരമായിട്ട് പരിഗണിക്കുന്ന ഒരു ഫാക്ടറാണ്. സിദ്ദിഖിന്റെ കേസ് നമുക്കറിയാം. സുപ്രീം കോടതിയിൽ വന്നിട്ട് ജാമ്യം അനുവദിക്കുവാൻ ഇടയായ കാരണം, അല്ലെങ്കിൽ അറസ്റ്റ് തടയാനിടയായ കാരണം എന്ന് പറയുന്നത് ഈ FIR-ൽ വന്ന ഡിലേ തന്നെയാണ്. ആ ഒരേ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് അന്ന് തടയുകയുണ്ടായത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടുകളിൽ സുപ്രീം കോടതിയുടെ വിധികളുടെ വെളിച്ചത്തിൽ ഇതൊരു വലിയ ഫാക്ടറായിട്ട് തന്നെ കണക്കാക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ തന്നെയും ആളിന് പുറത്തിറങ്ങാൻ കഴിയില്ലല്ലോ. അടുത്തൊരു FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടു, ഇനി എത്ര FIR വരുന്നു എന്നറിയില്ല. അപ്പം അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം പുതിയ FIR-കളിൽ അറസ്റ്റ് ചെയ്യുന്നതിനകത്തൊരു തടസ്സവുമില്ല. ഇവിടെ ക്രിമിനൽ ഹിസ്റ്ററി alone is not enough to deny bail എന്ന് പറഞ്ഞാൽ സുപ്രീം കോർട്ട് has held that merely having multiple FIRs against a person cannot be a standalone ground for denying anticipatory bail എന്ന ഈ പറഞ്ഞൊരു 45 FIR ഉള്ള ഒരാളുടെ ആന്റിസിപ്പേറ്ററി ബെയിൽ ക്യാൻസൽ ചെയ്യുന്ന കാര്യത്തിൽ കോടതി 17 ഏപ്രിൽ 2025 പറഞ്ഞൊരു കാര്യം ഒരു നിയമവിദഗ്ധൻ ഇങ്ങനെ ഒരു സന്ദേശമായി അയച്ചിട്ടുണ്ട്. ഇപ്പോൾ പക്ഷെ അതിൽ കാര്യമില്ല. 45 FIR-കൾ ഏത് തരത്തിലുള്ള FIR-ന്റെ നേച്ചർ അല്ലേ പരിശോധിക്കേണ്ടതായിട്ടുള്ളത്. വ്യത്യസ്തമായി ബലാത്സംഗ ആരോപണം ഉയർത്തിക്കൊണ്ട് FIR-കൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിന് പ്രസക്തിയില്ലേ? അതൊരു വ്യക്തിയുടെ കോണ്ടാക്ട് അല്ലേ അത് വ്യക്തമാക്കുന്നത്. അപ്പൊ 45 or 100 FIR എന്തിനെ സംബന്ധിച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നുള്ളത് പ്രസക്തമല്ലേ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം ഏറ്റവും അധികം ജുഗുപ്സാവഹമായി കാണുന്ന ബലാത്സംഗം എന്ന് പറയുന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള FIR-കൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ആന്റിസിഡൻസ് ആയിട്ട് പരിഗണിച്ച് തീരുമാനം എടുക്കുക എന്നുള്ളത് സുപ്രീം കോടതിയുടെ സെറ്റിൽഡ് ലോ അല്ലേ? ആന്റിസിഡൻസ് അതിപ്പം ബലാത്സംഗ കേസിലാണെങ്കിൽ NDPS കേസിലാണെങ്കിൽ ആന്റിസിഡൻസ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെങ്ങനെയാ സ്വാഭാവികമായിട്ട് കോടതിക്ക് തന്നെ ചിന്തിക്കത്തില്ലേ? ഒരു വ്യക്തിക്കെതിരെ ഇത്രയധികം ഇരകൾ, പരസ്പര ബന്ധമില്ലാത്ത ഇരകൾ ഇങ്ങനെ എങ്ങനെയാ പുറത്തേക്ക് ആരോപണവുമായിട്ട് വരുന്നത്? അവർ മൊഴി കൊടുത്ത് സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു കടമ്പ തന്നെയാണ്. എല്ലാ കേസുകളിലും ഇത്തരത്തിൽ ഉള്ള സംരക്ഷണം പിന്നീട് കിട്ടുകയില്ല. ആന്റിസിഡൻസ് ആയിട്ട് തന്നെ കണക്കിലെടുക്കാം. ഈ കേസിൽ തിരുവനന്തപുരം കോടതിയുടെ ഉത്തരവിൽ തന്നെ പോലീസ് തന്നെ പറയുന്നത്, സ്റ്റേറ്റ് തന്നെ പറയുന്നത് രണ്ടാമത്തെ FIR ഇപ്പോൾ ഒരു ആന്റിസിഡന്റ് ആയിട്ട് ഞങ്ങൾ തന്നെ കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അന്നേരം ഇമെയിൽ ID വെരിഫൈ ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇരയുടെ മൊഴിയെടുത്ത് അന്വേഷണവുമായിട്ട് മുൻപോട്ട് പോകുന്ന സാഹചര്യത്തിൽ
ഈ കേസിലുള്ളതിനെക്കാട്ടിലും ആദ്യത്തെ കേസിലുള്ളതിനെക്കാട്ടിലും വളരെ ഗൗരവകരമായിട്ടുള്ള ആരോപണമാണ്. സോ മൾട്ടിപ്ലിസിറ്റി ഓഫ് FIRs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക ആരോപണവും കുറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത് ഗൗരവമായിട്ട് തന്നെ കോടതികൾ കണക്കിലാക്കുന്നതാണ് സാധാരണ രീതിയിൽ. ഓക്കെ ശ്രീ എം.ആർ. അഭിലാഷ്, എന്തായാലും നമുക്കത് ഈ പുതിയ കേസിലെ FIR അതിന്റെ മൊഴിയെടുക്കൽ പെൺകുട്ടി എത്രത്തോളം സഹകരിക്കുന്നുണ്ട്, പെൺകുട്ടി മൊഴി നൽകുമോ? ഇപ്പോൾ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകൻ SKനുമായി സംസാരിക്കുമ്പോൾ ശ്രീ രാജീവ് പറഞ്ഞത് അതൊരു കെട്ടിച്ചമച്ച കേസാണ് എന്നുള്ള കാര്യവും അത് എവിടെയും എത്തിയിട്ടില്ല എന്നുള്ള കാര്യവുമാണ്. അത് രാഹുലിന്റെയും അഭിഭാഷകന്റെയും കോൺഫിഡൻസ് മാത്രമാണോ അതോ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ എന്ന കാര്യമൊക്കെ ഇനി വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും ഈ കേസിൽ ആദ്യ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് ഈ പറയുന്ന പുറത്താക്കലിലേക്കൊക്കെ നയിച്ച ആദ്യ കേസിൽ മൂല കേസ് അല്ലെങ്കിൽ സോഴ്സ് കേസിൽ അത് നോട്ട് അറസ്റ്റ് കിട്ടുന്നുണ്ട്. കൂടുതൽ FIR വരുന്നുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൽ നോട്ട് അറസ്റ്റിന്റെ പ്രയോജനം കിട്ടി പുറത്തിറങ്ങാൻ കഴിയുമോ എന്ന ചോദ്യമൊക്കെ നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ എന്തായാലും അറിയാനും കഴിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.